ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ പറമ്പുകളിൽ വളർന്നു വരുന്ന പുല്ലുകൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ശല്യമായി തോന്നാറുണ്ട്. അപ്പോൾ ഏത് സമയവും ആളെ വിളിച്ച് ക്ലീനാക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് വൃത്തിയാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇവിടെ നന്നായിട്ട് പുല്ലുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഈ പുല്ലുകളൊക്കെ ഉണക്കി കളയാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുപ്പി വിനീഗറാണ്. ഈ വിനീഗർ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിനീഗർ തന്നെയാണ് കേട്ടോ. പിന്നെ സർഫ് എക്സൽ, ഇപ്പോൾ നമുക്ക് ഏത് വീര്യം കൂടിയ വാഷിംഗ് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഡെറ്റോൾ ഞാനിതിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിനീഗർ ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സർഫ് ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഡെറ്റോള് ഒരു ടേബിൾ സ്പൂണും ഞാൻ എടുത്തിട്ടുണ്ട്. ആ വിനീഗറിലേക്ക് നമ്മൾ സോപ്പും പൊടി ഇടുന്ന നേരത്ത് ഒരു പത പോലെ വരുന്നത് കാണാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അതിപ്പോൾ കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരമാവധി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പുല്ലുകൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തയ്യാറാക്കി വെച്ച ആ ലിക്വിഡ് നന്നായിട്ട് ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളിത് ചെയ്യണ സമയത്ത് ജസ്റ്റ് പുല്ലിൽ മാത്രമാണ് ചെയ്യേണ്ടത്. താഴെയുള്ള മണ്ണിലോട്ട് അധികം ടച്ച് ചെയ്യാതെ നോക്കാം. അപ്പോൾ ദാ ഇപ്പം ഈ കാണുന്നത് ഒരു 3 മണിക്കൂറിന് ശേഷമുള്ളതാണ് കേട്ടോ. ഞാനൊരു 12 മണി സമയത്ത് നല്ല വെയിലുള്ള സമയത്താണ് ഇത് സ്പ്രേ ചെയ്തത്. ഇപ്പോൾ ഒരു 3 മണി ആയപ്പോഴത്തെ ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഈ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുകൾ ഉണങ്ങി കിട്ടുന്നത്. ഇത് പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് രാത്രി നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മളതിൽ സ്പ്രേ ചെയ്ത ലിക്വിഡൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. പുല്ലുകൾ നന്നായിട്ട് ഉണങ്ങി തന്നെ വന്നിട്ടുണ്ട്. ഇത് സ്പ്രേ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. നന്നായിട്ട് പുല്ല് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, തൊട്ടടുത്ത് നല്ല ഗ്രീൻ കളറിലാണ് പുല്ലുള്ളത്. പക്ഷേ നമ്മൾ ഈ സ്പ്രേ ചെയ്ത ഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 3-ാമത്തെ ദിവസം കൊണ്ട് തന്നെ
പുല്ലുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് താഴെയുള്ള മണ്ണൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ വളരെ എഫക്റ്റീവായ ഒരു ഐഡിയ ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്കിത് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസുകളും ഇതിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.